മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് 2025 സെപ്റ്റംബറിൽ 1,89,665 യൂണിറ്റുകളുടെ മൊത്ത വിൽപ്പന രേഖപ്പെടുത്തി. ചില ആഭ്യന്തര വാഹന സെഗ്മെന്റുകളിൽ വാർഷിക അടിസ്ഥാനത്തിൽ ഇടിവ് പ്രകടമായപ്പോഴും കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന പ്രതിമാസ നിലയിലെത്തി. മൊത്തം വിൽപ്പനയിൽ 1,35,711 യൂണിറ്റുകൾ ആഭ്യന്തര വിപണിയിലും 42,204 യൂണിറ്റുകൾ കയറ്റുമതിയായും വിറ്റഴിച്ചു. ശക്തമായ ആഗോള ഡിമാൻഡ് പ്രതിഫലിപ്പിക്കുന്ന കമ്പനിയുടെ എക്കാലത്തെയും ഉയർന്ന പ്രതിമാസ കയറ്റുമതിയാണ്. ചെറുകാറുകൾ അതായത് ഓൾട്ടോ, എസ്പ്രസോ തുടങ്ങിയവ എൻട്രി ലെവൽ വിപണിയിലെ സമ്മർദ്ദം തുടരുന്നതിന്റെ ഫലമായി വിൽപ്പന മുൻവർഷത്തെ 10,363 യൂണിറ്റിൽ നിന്ന് 7,208 കുത്തനെയിടിഞ്ഞു. വിവിധ വിഭാഗങ്ങളിലെ ഇടിവുകൾക്കിടയിലും ലളിതമായ GST സംവിധാനവും ഉത്സവകാല ഡിമാൻഡും കാരണം ഉപഭോക്തൃ വികാരം ഗണ്യമായി മെച്ചപ്പെട്ടുവെന്ന് മാരുതി സുസുക്കി വ്യക്തമാക്കി. നവരാത്രിയുടെ ആദ്യ 8 ദിവസത്തിനുള്ളിൽ മാത്രം 1,65,000 യൂണിറ്റുകളുടെ എക്കാലത്തെയും ഉയർന്ന ഉത്സവകാല ഡെലിവറികൾ കമ്പനി നടത്തി. 2025 ഏപ്രിലിനും സെപ്റ്റംബറിനും ഇടയിൽ മാരുതി സുസുക്കി 1,78,735 യൂണിറ്റുകൾ വിറ്റഴിച്ചു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ യൂണിറ്റിനേക്കാൾ നേരിയ വർധനവാണിത്. കയറ്റുമതിയുടെ കാര്യത്തിൽ പറഞ്ഞാൽ 2024 ഏപ്രിൽ സെപ്റ്റംബർ കാലയളവിലെ 1,48,275 യൂണിറ്റുകളിൽ നിന്ന് 2,07,459 യൂണിറ്റായി കുതിച്ചുയർന്നു. മിനി, യൂട്ടിലിറ്റി വാഹന വിഭാഗങ്ങളിലെ തളർച്ച കാരണം ആഭ്യന്തര വിൽപ്പന കഴിഞ്ഞ വർഷത്തെ 8,44,614 2024 ഏപ്രിൽ സെപ്റ്റംബർ കാലയളവിലെ 1,48,276 യൂണിറ്റുകളിൽ നിന്ന് ഇത് 2,07,459 യൂണിറ്റായി കുതിച്ചുയർന്നു.